ഒരു വൈദ്യരെടുത്ത് എന്നൊക്കെ പറഞ്ഞു 4ാമത്തെ സ്റ്റേജാണ്, ഏത് നിമിഷവും ഈ കുട്ടി തളർന്നു പോകുമെന്നാണ് പറഞ്ഞത്. എനിക്കിപ്പോൾ എല്ലാത്തിനൊക്കെ നല്ല ബലം കിട്ടിയതുപോലെയുണ്ട്. എൻ്റെ കാലിന് അതിഭയങ്കരമായ വേദന അങ്ങ് കൂടിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് വളരെ വ്യത്യാസമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട്. ഇവിടെ വന്നാൽ ഞാൻ വെറുതെ അന്നേ അവിടെ പൊന്തിക്കേക്കുമ്പോൾ ഓക്കെ ആദ്യത്തെ ദിവസം തന്നെ ഡെമോ കാണിച്ചപ്പോൾ ഓക്കെ കഴുത്തിന്റെ ഉണ്ടായിരുന്നു, തിരിക്കുമ്പോഴൊക്കെ നല്ല ഉണ്ടായിരുന്നു. തന്നെ ഡെമോ കാണിച്ചപ്പോൾ അത് വ്യത്യാസമൊന്നുമില്ല. കാല് പരിപ്പുമില്ല, മുട്ടുവേദന മാറിയിട്ടുണ്ട്. ഇവിടെ വന്ന് ഇപ്പോൾ എനിക്ക് നല്ല വേദന മാറിയിട്ടുണ്ട്. കുറേ വർഷങ്ങളായിട്ട് എൻ്റെ ഇടത്തെ കാലിൻ്റെ മുട്ടിനൊരു ലോക്കിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. 2015 ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ തൊട്ട് സർജറി പറഞ്ഞതാണ്. ഞാൻ ഇംഗ്ലീഷ് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തിട്ടില്ല. ഇടയ്ക്ക് പോയി ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി ആയുർവേദം ചെയ്യുമായിരുന്നു. അങ്ങനെ പിന്നെ അതൊന്നും കഴിഞ്ഞിട്ട് മാറിയിട്ടില്ല. 6 മാസം ഞാൻ അതിനോടത്തെ മെഡിസിൻ കഴിച്ചു. പക്ഷെ ആ ലോക്ക് മാറി. അതിഭയങ്കരമായ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. ഈ കാലിന് എനിക്ക് വെയിറ്റ് കൊടുത്ത് കയറാനും ഇറങ്ങാനും പറ്റത്തില്ലായിരുന്നു. റമദാൻ കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചപ്പോഴാണ് എൻ്റെ കാലിന് അതിഭയങ്കരമായ വേദന അങ്ങ് കൂടിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് ഇന്ന് വന്നിട്ട് 4 ദിവസമായി. വളരെ വ്യത്യാസമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട്. മുടി കൊഴിച്ചിലിന് മാറ്റമുണ്ട്. പിന്നെ എൻ്റെ തുടയിൽ കംപ്ലീറ്റ് സ്പൈഡർ നെറ്റ് പോലെ ഇങ്ങനെ വെരിക്കോസ് വെയിൻ്റെ അത് ബഡ്ജ് ചെയ്ത് നീലയും ചുമപ്പും കളറിൽ കിടക്കുമായിരുന്നു. അതിനും വ്യത്യാസമുണ്ട്. എനിക്ക് 20 വർഷമായിട്ട് നടുവേദനയായിരുന്നു. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തതായിരുന്നു. ഒരു വൈദ്യരെടുത്ത് എന്നൊക്കെ പറഞ്ഞു 4ാമത്തെ സ്റ്റേജാണ്, ഏത് നിമിഷവും ഈ കുട്ടി തളർന്നു പോകുമെന്നാണ് പറഞ്ഞത്. എനിക്ക് നടക്കുമ്പോഴേക്കും ഇങ്ങനെ കുഴഞ്ഞു പോകുമായിരുന്നു ഞാൻ. ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് എനിക്കിപ്പോൾ എല്ലാത്തിനൊക്കെ നല്ല ബലം കിട്ടിയതുപോലെയുണ്ട്. നമുക്ക് തന്നെ അത് അറിയാൻ പറ്റും നടക്കുമ്പോൾ. ഇപ്പം ആ കുഴഞ്ഞു പോക്കലൊന്നുമില്ല. ഞാൻ ഇങ്ങനെ കുഴഞ്ഞു പോകുമായിരുന്നു നടക്കുമ്പോൾ. ഇപ്പം അതൊന്നുമില്ല. സൈഡിൽ നല്ല വേദന വരും, അങ്ങനെ തിരിക്കാനൊന്നും പറ്റില്ല. വീൽ ചെയറിൽ ഇരിക്കുമ്പോൾ കഴുത്തിന് ഇവിടെ വന്നതിന് ഞാൻ ഇടയ്ക്ക് ശ്രമിക്കാറുണ്ട്. ഇപ്പം എന്തും കൂടി നോക്കിയപ്പോൾ തീരെ ഇല്ല, ആ ബുദ്ധിമുട്ടില്ല. കഴുത്ത് തിരിക്കുമ്പോൾ അങ്ങനെ തീരെ പറ്റില്ല, വല്ലാണ്ട് അങ്ങനെ പിടിക്കാൻ പറ്റില്ല. ഇപ്പോൾ ക്ലിയറാണ്, ഇപ്പൊ തിരിക്കാൻ പറ്റുന്നുണ്ട്. തിരിക്കാനുണ്ട്. ഓക്കെ. പിന്നെ എല്ല് പൊട്ടിയതായിരുന്നു, അത് ക്ലിയർ ആയിട്ടുണ്ട്. എല്ല് പൊട്ടിയത് എങ്ങനെ ക്ലിയർ ആയി? അത് വീൽ ചെയറിൽ നിന്ന് ചെരിഞ്ഞ് വീണതാണ്. അപ്പോൾ ഷോൾഡർ കയറിയിട്ടില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. ഫിസിയോതെറാപ്പി ചെയ്തിട്ടാണ് ഏകദേശം ഇത്ര ആയത്. ഇവിടെ വന്നാൽ ഞാൻ വെറുതെ അന്നേ അവിടെ പൊന്തിക്കേക്കുമ്പോൾ ഓക്കെ ആദ്യത്തെ ദിവസം തന്നെ ഡെമോ കാണിച്ചപ്പോൾ ഓക്കെ. 15 വർഷമായിട്ടുള്ള വേദനയായിരുന്നു. അന്ന് റുമാറ്റിസം വന്നിട്ട് ഒരു ഒഴിച്ചിലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം വന്നിട്ടുള്ളതാണ് വേദന ഒരു 15 വർഷം മുന്നേ. ഇപ്പോൾ അതിന് നല്ല മാറ്റമുണ്ട്. കഴുത്തിൻ്റെ ഉണ്ടായിരുന്നു, തിരിക്കുമ്പോഴൊക്കെ നല്ല ഉണ്ടായിരുന്നു, നല്ല വേദന ഉണ്ടായിരുന്നു. അത് വന്നാൽ തന്നെ ഡെമോ കാണിച്ചപ്പോൾ അത് വ്യത്യാസമൊന്നുമില്ല, അത് കുറഞ്ഞു. വേദനയായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം മുട്ടുവേദന കുറവുണ്ട്. തൈറോയിഡിൻ്റെയും ഷുഗറിൻ്റെയും ഗുളിക കഴിച്ചിടുന്നത് നിർത്തി വെച്ചേക്കാണ്. ഇപ്പം നല്ല സുഖമുണ്ട് മുട്ടിന്. മുട്ട് എത്ര നാളായിട്ടുള്ള മുട്ട്? ഒരു 1.5 വർഷം കൊണ്ട് മുട്ടുവേദനയും കാല് പരിപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ കാല് പരിപ്പുമില്ല, മുട്ടുവേദനയും മാറിയിട്ടുണ്ട്. 2-3 വർഷമായിട്ട് എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നല്ല എനർജി കിട്ടുന്നുണ്ട്. പിന്നെ അതേമാതിരി എൻ്റെ കണ്ണിന് ഒരു തുള്ളലുണ്ടായിരുന്നു. ആ തുള്ളലിനൊക്കെ കുറവുണ്ട്. ഇപ്പോൾ ഒരു മാസമായിട്ട് കണ്ടിന്യൂ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബാക്ക് പെയിനും കുറവുണ്ട്. നടുവേദന ഉണ്ടായിരുന്നു, അത് വീണിട്ടുള്ള നടുവേദന ആയിരുന്നു. ഇപ്പോൾ നടുവിൽ നട്ടലിൽ നീര് കെട്ടിയിട്ടുള്ള വേദനയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടും ആ വേദന മാറിയിട്ടില്ല. പക്ഷേ ഇവിടെ വന്ന് ഇപ്പോൾ എനിക്ക് നല്ല വേദന മാറിയിട്ടുണ്ട്. 18 വർഷമായിട്ട് നടുവേദനയും വലതുഭാഗം മൊത്തം വേദനയായിരുന്നു. രാവിലെ എണീക്കുമ്പോൾ നടക്കാനും എണീക്കാനും എല്ലാം പ്രയാസമായിരുന്നു. ഇടയ്ക്ക് ആയുർവേദം കഴിക്കലാണ് കൂടുതലാകുമ്പോൾ. ഇപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട്. 2 വർഷമായി കാലിൽ മുട്ടിന് വേദന വന്നിട്ട്. അപ്പോൾ അത് തീരെ ഇല്ല. ഇപ്പോൾ സ്റ്റെപ്പൊക്കെ കയറാൻ പറ്റുന്നുണ്ട്, ഇറങ്ങാനും പറ്റുന്നുണ്ട്. ഗുളിക കഴിക്കും, പിന്നെയും കൂടും, ഇതൊക്കെ ആയിട്ട്. രാത്രി കിടക്കുമ്പോൾ വേദന ഉണ്ടാവില്ല, രാവിലെ എണീക്കുമ്പോൾ നല്ല വേദനയായിരിക്കും. അതെല്ലാം നല്ല വ്യത്യാസമുണ്ട്. എത്ര നാളായിട്ട്? ഇപ്പം കുറേ ആയി, 1-2 കൊല്ലമായി. ഇപ്പം എത്രയോ വ്യത്യാസമുണ്ട്. 25. വേറെന്തെങ്കിലും ചികിത്സ ചെയ്തിരുന്നോ? ആയുർവേദം. ഇപ്പൊ വേദന ഫുള്ള് മാറിയോ? വേദന ഇല്ല. ഓക്കെ, വെരി ഗുഡ്.